ബ്രോ, അപ്പോൾ ഇന്ന് റിലീസായി 3 ഷോ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല റെസ്പോൺസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിയേറ്റർ റെസ്പോൺസുകൾ നേരിട്ട് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? വളരെയധികം സന്തോഷമുണ്ട്. കൊലത്തൂക്കാൻ തൂക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റെസ്പോൺസ്. അപ്പോൾ വളരെയധികം ഹാപ്പിയാണ്. എനിക്ക് ഇതിൻ്റെ പ്രൊമോഷൻസിൻ്റെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ വളരെയധികം മിസ് ചെയ്യുന്നു. ഭാഗമാകണമായിരുന്നു കുറച്ചുകൂടി എന്ന് തോന്നുന്നു. പക്ഷേ ഓഡിയൻസിൻ്റെ റിയാക്ഷൻ കയ്യടിയൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അതെ ഭയങ്കര റെസ്പോൺസാണ്. ഇപ്പോൾ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ, സ്വീകരണം, അത് ഭയങ്കര പോസിറ്റീവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ ഇങ്ങനെ ആളുകളുടെ കയ്യടിയും മാസം മൂവിലൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ് ഉണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം എന്നും മമ്മൂട്ടി സാറിൻ്റെ സിനിമകൾ നമ്മളെ തിയേറ്ററിൽ പോയി കാണുക, അതിൻ്റെ ആ ഒരു ജോഷ് അല്ലെങ്കിൽ പവർ നമ്മൾ ആഘോഷിക്കുന്നില്ലായിരുന്നല്ലോ. ഇന്നിപ്പോൾ ആ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. പിന്നെ ആൾക്കാർ അത് അതുപോലെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ വളരെയധികം സന്തോഷം. എങ്ങനെയുണ്ട് ശരിക്കും പറയാം? കണ്ടിറങ്ങിയ ആളുകളെല്ലാം പറഞ്ഞ അവസാനത്തെ 20 മിനിറ്റ് തിയേറ്ററിൽ കുലുക്കുന്ന ലെവലാണ് ചെയ്തിരിക്കുന്നത്. ആളുകൾക്ക് സീറ്റ് ഇരിക്കാൻ പോലും വരില്ല. ആ ലെവൽ എന്ത് ചെയ്യണം? കയ്യടി എല്ലാവരും ഇപ്പോൾ ഡയറക്ടർ നമ്മുടെ ഡീനാണെങ്കിലും അതിൻ്റെ മ്യൂസിക് വർക്കാണെങ്കിലും എഡിറ്റാണെങ്കിലും ഭയങ്കര അതുവരെ ആ ലാസ്റ്റുള്ള ഒരു അരമണിക്കൂർ പവർ പാക്ക് ആക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് ഭയങ്കര രസമാണ്. ഞാൻ ആദ്യമായിട്ട് ഞാനിപ്പോൾ ഇന്നാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് സീറ്റ് ഇരിക്കുമ്പോൾ നമ്മൾ മറന്നിരുന്ന് പോകുകയാണല്ലോ. ഭയങ്കര രസമാണ്. ഭയങ്കര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ തന്നെ എല്ലാവരും മിസ് ചെയ്ത് പോയി കാണുക. എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ മമ്മൂക്കയുടെ കൂടെ ഉള്ള ഫേസ് ടു ഫേസ് അഭിനയിക്കുക എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഏതൊരു ആക്ടറെ സംബന്ധിച്ചൊരു ഡ്രീമാണ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു? എന്താ പറയുക, അഭിനയം വരില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര ഈസി അല്ല. ഇവിടെ അടുത്ത് നമുക്ക് കയറി അങ്ങനെ തമാശ പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരാളല്ല. അപ്പോൾ ഭയങ്കര പേടിച്ച് തന്നെയാണ് ചെയ്തത്. ഇത് എന്താ പറയാ, ഇത് വേറെ തന്നെ ഒരു ഫീലാണ്. ഏതൊരു മലയാളിയെ പോലെ തന്നെ എത്രയാണ് എല്ലാവരും ഇപ്പം എത്ര ജനറേഷൻ്റെ സൂപ്പർ സ്റ്റാർ അല്ല, 3 ജനറേഷൻ്റെ സൂപ്പർ സ്റ്റാർ. അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. 10-15 ദിവസം ലിറ്ററലി തോളോട് ഒരുമിച്ചിരുന്ന് അഭിനയിക്കാൻ പറ്റി. നമുക്ക് എല്ലാവർക്കും ഹക്കിങ്ങിനോട് അസൂയാണ്. കാരണം മമ്മൂട്ടി സാറിൻ്റെ ഇത്രയും കാണുന്ന സമയത്ത് ബ്ലാങ്ക് ആയി പോവാം. എന്താ നടക്കുന്നത്? Hello. Hi. Since when have you been sitting here? Only 5 minutes. Where have you been? Like, I went to the hotel in the auto. you slept. Hello everyone. How excited is everyone for the film today? അടിപൊളിയല്ലേ? Sorry? സൂപ്പർ റെസ്പോൺസ് കേട്ടോ. അടിപൊളിയാണ്. അടിപൊളി. No. Did you watch film in theater? Yeah. Sorry. Did you watch the film in theater? Yes, we did. Multiple times. We are really excited for the film. Our Hakim has killed it. Now, എങ്ങനെ ഉണ്ടായിരുന്നു മമ്മൂട്ടി സാറുമായിട്ട് വീണ്ടും ഒരു കണ്ണൂട്ടൽ? how does it feel when you come back after so many again with Mummy? It feels like I never left him. It feels like I never left. He is that guy. He is that nice. He always gives me the same feeling, same love that I have. And I think this will continue to love. പിന്നെ നമ്മുടെ ജീവൻ സാറിൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇതോളം തന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ വേറെ ലെവലാണ്. പുറമെ കാണുന്ന സീരീസ് ഒന്നും അല്ല, അദ്ദേഹം സെറ്റിൽ വന്നു കഴിഞ്ഞാൽ വേറെ മൂടാന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെയാണോ? എനിക്കൊരു ഒരു ഷോപ്പുണ്ടായിരുന്നു. ഒന്നല്ല, ചെറിയൊരു മോഷണമാണ്. ഞാൻ അദ്ദേഹത്തിനോട് അങ്ങനെ സ്പെൻഡ് ചെയ്തില്ല. എനിക്ക് അങ്ങനെ ബട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടും എനിക്ക് ഭയങ്കര സീനിയേഴ്സിനോട് ഒത്തിരി പേടി കൂടുതലാണ്. ഞാൻ അങ്ങോട്ട് ഒരുപാട് തമാശ പറയാൻ നിൽക്കാറില്ല. സെറ്റിലൊക്കെ അദ്ദേഹം എങ്ങനെയായിരുന്നു? ചില്ലാണ് മനുഷ്യന്മാരില്ലേ. എങ്ങനെയുണ്ടായിരുന്നു കൂടുതൽ കോമ്പോ ജീവൻ സാറായിട്ട് തരികയുണ്ട്? ഭയങ്കര ചില്ലായ ഒരു മനുഷ്യനാണ്. മുന്നേ പറയുന്നത് സാറിന്റെ കണ്ണിന് നോക്കുന്ന സമയത്ത് ആ ഒരു പേടി വരുന്നത് എന്നുള്ളത്. പക്ഷേ ത്രൂ ഔട്ട് ദ ഫിലിം നമ്മളും ആ ഒരു ടീം സാറുമായിട്ട് നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഫിലിം കഴിഞ്ഞ സമയത്ത് ദാറ്റ് ബോണ്ട്. ബസ്സിൽ എന്ന് പറഞ്ഞാൽ ത്രില്ലറാണോ ആക്ഷനാണോ? ഒറ്റവാക്കി പറയാണെങ്കിൽ പറയാമല്ലോ. ത്രില്ലറാണോ ആക്ഷനാണോ? ഇതൊരു മമ്മൂക്ക പടമാണ്. ത്രില്ലറോ ആക്ഷനോ ഗെയിമോ എന്നുള്ളതല്ല. നമുക്ക് മമ്മൂട്ടിയുടെ മിസ്റ്റർ മമ്മൂട്ടിയുടെ ഒരു എന്താണ് പറയുക, 4-5 അവതാർ നമുക്ക് കാണാൻ സാധിക്കും. വിത്ത് റെസ്പെക്ട്. ശരിക്കും തിയേറ്ററിൽ പിടിച്ച് കുലുക്കുന്ന മമ്മൂക്ക എന്ന് പറയുന്ന സ്റ്റൈലിഷ് ആ ഒരു സ്വാഗ് ഇതിനകത്ത് ശരിക്കും ആളുകൾ കണ്ടെന്നാണ് മമ്മൂക്ക ഫാൻസ്. ഏറ്റവും നല്ല ട്രീറ്റ് ആയിരിക്കും തിയേറ്ററിൽ.
ശരിക്കും ഫസ്റ്റ് ഡയറക്ഷനാണെന്ന് ആരും പറയത്തില്ലെന്ന് പറയാം. ആദ്യത്തെ പടമാണെന്നുള്ളത് ശരിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇല്ല ഒരിക്കലുമില്ല. ഭയങ്കര കൺവിക്ഷൻ ഉള്ള ഒരു ഡയറക്ടറാണ്. ഒരിക്കലും അങ്ങനെ ഫസ്റ്റ് തുടങ്ങിയ താർക്കട്ടെ. താങ്ക്യൂ.